ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ആദ്യത്തെ ചോദ്യം. വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം ജനിച്ചത് കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് കായി അബ്ദുറഹ്മാൻ എന്നാണ്. അത് പറയാം. സിമ്പിൾ ചോദ്യത്തിൽ തുടങ്ങാം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാതാവിന്റെ പേരെന്താണ്? കുഞ്ഞുമ്മ. തെറ്റാണ്. ആർക്കെങ്കിലും ഉണ്ടോ ഉത്തരം? കുഞ്ഞാത്തുമ്മ എന്നാണ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാതാവിന്റെ പേര് കുഞ്ഞാത്തുമ്മ എന്നാണ്. രണ്ടാമത്തെ ചോദ്യം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മാതാവ്, അതായത് കുഞ്ഞാത്തുമ്മ, നെല്ല് പുഴുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബഷീർ തന്നെ എഴുതിയിരിക്കുന്നതാണ്. വീട്ടിൽ നെല്ല് പുഴുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പ്രസവവേദന വരുന്നു. അങ്ങോട്ടേക്ക് മാറി ഒരു പായിൽ പ്രസവിച്ചു. ചുരുക്കി പറഞ്ഞാൽ വൈക്കം മുഹമ്മദ് ബഷീർ നമ്മുടെ ഭൂമിയിലേക്ക് വരുന്നത് നെല്ല് പുഴുങ്ങുന്നതിന്റെ ആ ചൂടും ആ വെയിലും അതുമെല്ലാം ഉൾപ്പെടെയാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ബഷീറിന്റെ കഥകളിൽ സാധാരണക്കാരുടെ വേദനകളൊക്കെ വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. ചോദ്യം, അങ്ങനെ ആ നെല്ല് പുഴുകിക്കൊണ്ടിരിക്കുന്ന ദിവസം ഭൂമിയിലേക്ക് ബഷീർ വന്ന ദിവസം, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജന്മദിനം 1000 എന്തൊരു ശാന്തത. 1908 ജനുവരി 21 ബഷീർ ജനിക്കുന്നത്. എന്നാ 1908 ജനുവരി 21. ഓക്കെ, ബഷീർ അവർക്ക് 6 മക്കളിൽ മൂന്നാമത്തെ ആളായിട്ടാണ് ബഷീർ ജനിക്കുന്നത്. തലയോലപ്പറമ്പിൽ 6 മക്കളിൽ ഈ പറഞ്ഞ ബഷീർ ഉൾപ്പെടെയുള്ള ഈ 6 പേരും പല കഥകളിൽ രംഗത്ത് വന്നിട്ടുണ്ട്. അതിൽ 4 പേരുടെ പേര് ഞാനിപ്പോ പറയും. 2 പേരുടെ പേര് നിങ്ങൾ കണ്ടെത്തണം. മൂന്നാമത്തെ ചോദ്യം അതാണ്. ഒന്ന് സ്വാഭാവികമായിട്ടും വൈക്കം മുഹമ്മദ് ബഷീറാണ്. രണ്ടാമത്തെ ആൾ ആനുമ്മ. രണ്ടാമത്തെ ആളല്ല, ഞാൻ പറയുന്ന രണ്ടാമത്തെ ആളുടെ പേര് ആനുമ്മ ഹനീഫ അബൂബക്കർ. 2 പേരുടെ പേര് വിട്ടു. അബ്ദുൽ ഖാദറും പാത്തുമ്മയും ശരിയായ ഉത്തരവാണ്. അബ്ദുൽ ഖാദർ പാത്തുമ്മ ശരിയായ ഉത്തരം. ഓക്കെ, അങ്ങനെ ബഷീർ പഠിക്കാൻ പോകുന്നു. ആദ്യം വൈക്കത്തെ സർക്കാർ സ്കൂളിലാണ് പോകുന്നത്. പിന്നീട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് പോകുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ തൻ്റെ അവിടെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ്, ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വൈക്കം മുഹമ്മദ് ബഷീർ മഹാത്മാഗാന്ധിയെ കാണാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ആ സംഭവം അറിയാം. അന്ന് ആ സ്കൂളിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗം പല പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. ഒരു പ്രത്യേക സമരത്തിന് വേണ്ടിയിട്ടാണ് ഗാന്ധി കേരളത്തിൽ വരുന്നത്. സ്വാഭാവികമായിട്ടും അന്നത്തെ അവിടുത്തെ അധ്യാപകൻ, പ്രഥമ അധ്യാപകൻ ഉൾപ്പെടെയുള്ള ആള് വൈക്കം മുഹമ്മദ് ബഷീറിനെ അല്ലെങ്കിൽ ഒരു കുട്ടികളും ഗാന്ധിയെ കാണാൻ പോകാനൊന്നും സമ്മതിച്ചിരുന്നില്ല. ആ ആജ്ഞയൊക്കെ ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത്. ഏത് സമരം? വൈക്കം സത്യാഗ്രഹം. ഗാന്ധി വൈക്കത്ത് വന്നത് 1924 വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഏതാ? ശരിയായ ഉത്തരം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നെ. ഇനിയുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഗാന്ധിയെ കണ്ടു വൈക്കം മുഹമ്മദ് ബഷീർ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വാഭാവികമായിട്ടും ആകർഷനായി. അദ്ദേഹത്തിന്റെ മുന്നിൽ 2 ഐഡോൾസ് ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരം എന്ന് കേൾക്കുമ്പോഴും ഇന്ത്യ എന്നൊരു വികാരമാണെന്ന് പറയുമ്പോഴും 2 സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ബഷീറിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരുന്നത്, അല്ലെങ്കിൽ ബഷീറിന് ഏറ്റവും ഇഷ്ടം ഉണ്ടായിരുന്നത്. ആ 2 പേർ ആരൊക്കെയാണ്? ഉറപ്പാണോ? മഹാത്മാഗാന്ധി, ഭഗത് സിംഗ്. അതെ, 2 വിരുദ്ധ ധ്രുവങ്ങളിലുള്ളവരാണെങ്കിലും മഹാത്മാഗാന്ധിയും ഭഗത് സിംഗുമാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടി. അങ്ങനെ ബഷീർ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആദ്യത്തെ ജയിൽവാസം അനുഭവിക്കാൻ പോവുകയാണ്. ചോദ്യം, ഏത് വർഷമാണ് ബഷീർ ജയിലിലേക്ക് ആദ്യമായി പോകുന്നത്? ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ്? ഉപ്പ് സത്യാഗ്രഹമാണ്. ഏതാ? 1930. കറക്റ്റാണ്. 1930 ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് ബഷീർ ജയിൽവാസം അനുഭവിക്കുന്നത്. തൽക്കാലം കോട്ടയത്തും വൈക്കത്തും ഒന്നും ഉപ്പ് സത്യാഗ്രഹം നടന്നിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം. സ്വാഭാവികമായിട്ടും കോഴിക്കോട് പോയി. കോഴിക്കോട് വെച്ചാണ് ആ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതൊക്കെ. ഗാന്ധിയല്ല, ബഷീർ ജയിലിൽ കിടക്കുന്നു. ആ സമയത്താണ് ഭഗത് സിംഗ് കൊല്ലപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ബഷീർ ആ 2-3 ദിവസം ജയിലിൽ നിരാഹാരം കിടന്ന കഥയൊക്കെ നമുക്കറിയാം. ജയിൽ മോചിതനായി തിരിച്ച് നാട്ടിൽ വരുന്ന, കൊച്ചിയിലേക്കാണ് ബഷീർ വരുന്നത്. കൊച്ചിയിൽ വന്നു കഴിയുമ്പോൾ ബഷീറിന് മനസ്സിൽ മുഴുവൻ ഭഗത് സിംഗ് ആണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു തീവ്രവാദ പ്രസ്ഥാനം, ഭഗത് സിംഗിന്റെയൊക്കെ ആവേശത്തിൽ, ഭഗത് സിംഗിന്റെയൊക്കെ ലൈനിൽ ഒരു തീവ്രവാദ പ്രസ്ഥാനം തുടങ്ങി. ആ തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു പ്രസിദ്ധീകരണം ആരംഭിച്ചു. എന്തായിരുന്നു ആ പ്രസിദ്ധീകരണത്തിന്റെ പേര്?
ഉജ്ജയിനി എന്നുള്ളത് കാളിദാസനെ നായകനാക്കി ONV എഴുതിയ ഒരു കവിതയാണ്. ഏതാ? ഉജ്ജീവനം. ഉത്തരം എന്താ? ഉജ്ജീവനം എന്നായിരുന്നു ആ പ്രസിദ്ധീകരണത്തിന്റെ പേര്. ഉജ്ജീവനത്തിൽ അദ്ദേഹം എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് ഊഹിക്കാം ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെയും അന്നത്തെ തിരുവിതാംകൂർ ഗവൺമെന്റിനെതിരെയൊക്കെയാണ് എഴുതുന്നത്. സ്വന്തം പേരിൽ എഴുതി കഴിഞ്ഞാൽ പോലീസ് വീണ്ടും പിടിച്ചകത്തിടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ആ സമയത്ത് ആദ്യമായി അതിൽ ലേഖനങ്ങൾ എഴുതുന്ന സമയത്ത് ഒരു തൂലികാ നാമം സ്വീകരിച്ചിരുന്നു. എന്തായിരുന്നു ബഷീർ ആ സമയത്ത് സ്വീകരിച്ചിരുന്ന തൂലികാ നാമം? ഏതാ? പ്രഭ എന്നുള്ളതാണ് തൂലികാ നാമം. ആദ്യഘട്ടങ്ങളായതുകൊണ്ട് കുട്ടികളാണ് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷെ പേടിക്കേണ്ട, ബഷീറിന്റെ സാഹിത്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും മുതിർന്ന ആളുകൾക്ക് ഉത്തരത്തിലുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പൊ പ്രഭ എന്ന പേരിൽ ലേഖനങ്ങളൊക്കെ എഴുതി. പക്ഷെ ഗവൺമെന്റ് ദിവാൻ വെറുതെ ഇരിക്കില്ല. ബഷീറിന് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നു. ബഷീറിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നടക്കുന്നു. പുള്ളിക്ക് നാട്ടിൽ നിൽക്കാൻ വയ്യ. അങ്ങനെയാണ് 9 വർഷം നീളുന്ന തന്റെ ചരിത്രപ്രസിദ്ധമായ യാത്രയ്ക്ക് ബഷീർ പുറപ്പെടുന്നത്. കയ്യിൽ ഒന്നുമില്ല, കിട്ടിയതും എടുത്തുകൊണ്ട് അദ്ദേഹം കാൽനടയായിട്ടും കള്ളവണ്ടി കയറിയുമൊക്കെ യാത്ര ചെയ്ത് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. ഇന്ത്യയുടെ മുക്കും മൂലയും സഞ്ചരിച്ചു. തീർന്നില്ല. അന്നത്തെ കാലത്ത് പാസ്പോർട്ടും മറ്റു കാര്യങ്ങളും ഇല്ലെങ്കിലും അദ്ദേഹം അറേബ്യൻ നാടുകളുമൊക്കെ സഞ്ചരിച്ചിട്ടാണ് തിരികെ വരുന്നത്. ആ കാലഘട്ടത്തിൽ ബഷീർ ചെയ്യാത്ത ഒരു ജോലിയില്ല. ഗുസ്തിക്കാരനായിട്ടുണ്ട്, പോക്കറ്റടിക്കാരനായിട്ടുണ്ട്, സൂഫി സന്യാസി ആയിട്ടുണ്ട്, ഈ അഡ്രസ്സ് എഴുതുന്നയാളായിട്ടുണ്ട്, ഹോട്ടലിലെ വെയിറ്റർ ആയിട്ടുണ്ട്. എന്തൊക്കെ പണികൾ ചെയ്യാവോ ആ പണികളൊക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ബഷീറിന്റെ കൃതികളിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. തിരികെ വരുന്നു. 9 വർഷങ്ങൾക്ക് ശേഷം ബഷീർ തിരികെ വരുന്നു. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. തിരികെ വന്നു കഴിയുമ്പോൾ ജീവിക്കാൻ പണം വേണം, കൈ പൈസയൊന്നുമില്ല, എന്തെങ്കിലും പണി ചെയ്യണം. ബഷീർ പറയുന്നത്, എന്ത് ജോലി ചെയ്യുമെന്ന് ഞാൻ ആലോചിച്ചു. എൻ്റെ കയ്യിൽ മറ്റൊന്നുമില്ല, നല്ല മടിയനുമാണ്. അപ്പോൾ മടിയന്മാരായ ബഡുക്കൂസുകൾക്ക് പറ്റിയ ജോലി എന്തെന്ന് ആലോചിച്ചപ്പോഴാണ് കയ്യിൽ ആകെയുള്ള പേന ഉപയോഗിച്ച് എന്തെങ്കിലും എഴുതാം, സാഹിത്യകാരനാകാൻ ഞാൻ തീരുമാനിച്ചെന്ന് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ബഷീർ തൻ്റെ ഒരു ജോലി താല്പര്യത്തോടു കൂടി ഒരു പത്രാധിപരെ സമീപിച്ചു. അദ്ദേഹവും പറഞ്ഞു, ഇവിടെ വേറെ ജോലിയൊന്നും തരില്ല, വേണേ നിങ്ങളൊരു കഥ എഴുതി തന്നാൽ ഞാൻ പ്രസിദ്ധീകരിക്കാം. അങ്ങനെ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മലയാളത്തിന്റെ ബേപ്പൂർ സുൽത്താന്റെ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിക്കപ്പെടാൻ പോവുകയാണ്. പ്രസിദ്ധീകരിക്കപ്പെടണമെങ്കിൽ ഒരു പ്രസിദ്ധീകരണം വേണമല്ലോ. ഏതാണ് ബഷീറിന്റെ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിക്കപ്പെട്ട ആ പ്രസിദ്ധീകരണത്തിന്റെ പേര് പറയാവോ? ജയകേസരി. ഓർത്തു വെക്ക, പേരെന്താ? ജയകേസരി എന്ന പ്രസിദ്ധീകരണത്തിലാണ് ആദ്യത്തെ ആ കഥയുടെ പേര് തങ്കം. എന്റെ തങ്കം എന്ന പേരിലാണ് അന്ന് കഥ പ്രസിദ്ധീകരിച്ചത്. പിന്നീട് ബഷീറിന്റെ പുസ്തകങ്ങൾ വരുമ്പോൾ ആ കഥ വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു കഥാസമാഹാരത്തിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ പേര് തങ്കം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ചോദ്യം കൂടെ അതിനോട് ചേർത്ത് വയ്ക്കട്ടെ. അന്ന് ബഷീറിന്റെ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിച്ച ആ ജയകേസരി പത്രത്തിന്റെ പത്രാധിപർ, ബഷീറിനോട് കഥ എഴുതാൻ പറഞ്ഞ ആ പത്രാധിപരുടെ പേര്? ബാലകൃഷ്ണപിള്ള അല്ല. കേസരി ബാലകൃഷ്ണപിള്ള എന്ന് ഉദ്ദേശിച്ചത് അല്ല, പത്മനാഭ പൈ. ഓർത്തു വെക്ക, എന്താ? ശരി. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നതെല്ലാം ചരിത്രം. ഇനി നമ്മൾ സംസാരിക്കുന്നത് മുഴുവൻ ബഷീറിന്റെ കൃതികളെ കുറിച്ചാണ്. ബഷീറിന് നിരവധി കൃതികളും നിരവധി എഴുത്തുകളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? അതിൽ ബഷീർ എഴുതിയ ആദ്യത്തെ നോവൽ, സംശയമൊന്നുമില്ലല്ലോ, ബഷീറിന്റെ ആദ്യത്തെ നോവലിന്റെ പേര് പ്രേമലേഖനം എന്നാണ്. പ്രേമലേഖനത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ പേര് പറയാം. സാറാമ്മയും കേശവൻ നായരും. പാത്തു ആരൊക്കെയാ? സാറാമ്മയും കേശവൻ നായരുമാണ് പ്രേമലേഖനത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. അതിലെ സംഭവ വികാസങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് വരുന്നില്ല. തുടക്കം എങ്ങനെയാണ്, ജീവിതം, യൗവന തീഷ്ണം നിങ്ങൾക്കറിയാം. ലാസ്റ്റ് പോർഷൻ നിങ്ങൾക്കറിയാം. അവർ ആകാശമിട്ടായി എന്ന കുട്ടിയിലേക്ക് എത്തുന്ന കാര്യമൊക്കെ അറിയാം. ബഷീറിന്റെ ഇനി ഒരു കഥാപാത്രത്തിനെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ചോദ്യം. നാട്ടിൽ എന്ത് സംഭവം നടന്നാലും നിങ്ങൾ അറിഞ്ഞില്ലേ എന്നും പറഞ്ഞ് ഓടി വന്നിട്ട്, ഇപ്പൊ നാട്ടിൽ ഒരു സ്ത്രീക്ക് ഗർഭം ഉണ്ടായെന്ന് കരുതുക. ആരാണ് ആ സ്ത്രീയുടെ ഗർഭത്തിന് ഉത്തരവാദി എന്ന് അറിയില്ല എന്ന് കരുതുക. അതും ഞാനാണെന്ന് പറഞ്ഞ് ലോകത്ത് നടക്കുന്ന എന്തും, ആ സ്ഥലത്ത് നടക്കുന്ന, ബഷീറിന്റെ ആ കഥാപാത്രം ഉള്ള പരിസരത്ത് നടക്കുന്ന എന്തിന്റെ ഉത്തരവാദിത്വം, ആരെന്ത് ചെയ്താലും അതിന്റെ എല്ലാ ഉത്തരവാദിത്വം എടുക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത, ഇന്നത്തെ കാലത്തും നമ്മൾ ഈ പറയുന്ന 2026 സ്വന്തമായിട്ട് ചെയ്യാത്ത എന്തിന്റെയും ക്രെഡിറ്റ് മറ്റുള്ളവർ എടുക്കുകയാണെങ്കിൽ നമ്മൾ അവരെ കളിയാക്കി പറയുന്നത് ഈ കഥാപാത്രത്തിന്റെ പേരാണ്.
ഏതാ? എട്ടുകാലി മമ്മൂഞ്ഞ് അല്ലെ? ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഒരു പ്രസ്ഥാനം തുടങ്ങി, അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ ഇത് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒക്കെ ചോദിക്കുന്നത് എന്താ? ചുമ്മാ നിങ്ങൾ അങ്ങനെ എട്ടുകാലി മമ്മൂഞ്ഞ് ആവരുതെന്ന്. അപ്പൊ എട്ടുകാലി മമ്മൂഞ്ഞാണ്. ഓക്കെ. കണ്ടംപറയൻ എന്നൊരു കഥാപാത്രമുണ്ട്. ബഷീറിന്റെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്. സ്ഥലത്തെ പ്രധാന ദിവ്യൻ. കണ്ടംപറയൻ ഓർത്ത് വെക്കുക. സ്ഥലത്തെ പ്രധാന ദിവ്യനാണ് കണ്ടംപറയൻ. ശരിയാണ്. ഇനി അടുത്തത് ഒരു കഥാപാത്രം പറഞ്ഞതാണേ. ഒരു കഥാപാത്രത്തിന്റെ ഒരു പ്രശസ്തമായ ഡയലോഗാണ്. യേശുക്രിസ്തു മരക്കുരിശിലല്ലേ കിടന്നത്, പിന്നെന്തിനാണ് പള്ളിക്ക് പൊന്നും കുരിശ്? ആരായിരിക്കും? പുള്ളിക്ക് എന്താ ജോലി? പൊൻകുരിശ് തോമയുടെ ഡയലോഗാണ്. പൊൻകുരിശ് തോമയുടെ ജോലി എന്താ? കള്ളനാണ്. പൊൻകുരിശ് തോമയുടെ ജോലി കള്ളനാണ്. ഓക്കെ. ഇനി അടുത്തത് ഒരു കുശിനിക്കാരൻ, പാചകക്കാരനായ ഒരു കഥാപാത്രം നായകനാകുന്ന ബഷീറിന്റെ വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട, ഒരുപാട് വായിക്കപ്പെട്ട ഒരു കൃതിയുണ്ട്. ഏതാ? റൈറ്റ്. വിശ്വവിഖ്യാതമായ മൂക്കാണ്. ആ മൂക്ക് നീണ്ടുപോകുന്നതൊക്കെയാണ് കഥയെങ്കിലും നമ്മൾ ഓർത്തു വെക്കേണ്ടത് ആ വിശ്വവിഖ്യാതമായ മൂക്കിലെ നായക കഥാപാത്രം ഒരു കുശിനിക്കാരനാണ് എന്ന് പറഞ്ഞാൽ പാചകക്കാരനാണ്. അപ്പം അടുത്ത ചോദ്യത്തിലേക്കും കാര്യങ്ങളിലേക്കും കടക്കുന്നതിന് മുമ്പ് പറയാനുള്ളത്, നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതുണ്ട്, ഒരു വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഓരോ ദിവസവും പത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയാണുള്ളത്. അതിന്റെ പേര് പത്രങ്ങളിലൂടെ എന്ന് തന്നെയാണ്. ഒരു ദിവസം 1 രൂപ ഫീസ് എന്ന രീതിയിൽ ഒരു വർഷത്തേക്ക് 365 രൂപയാണ് ഫീസ്. അപ്പം താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ, ഗൂഗിൾ പേ നമ്പറിൽ ഫീസ് അടച്ച് അതേ നമ്പറിലേക്ക് തന്നെ സ്ക്രീൻഷോട്ട് അയച്ചാൽ ഗ്രൂപ്പിൽ അംഗമാകാവുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്കും ഞങ്ങളെ ഇഷ്ടമുള്ളവർക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളവർക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് 365 രൂപ ഗൂഗിൾ പേ ചെയ്യുക, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ. ബഷീറിന്റെ കൃതികളിലേക്ക് നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് നീലവെളിച്ചം. ആ നീലവെളിച്ചം എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സിനിമയാണ് മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ സിനിമ. അങ്ങനെയും ചോദിക്കാം. മലയാളത്തിലെ ആദ്യത്തെ ഹൊറർ സിനിമ ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താ? ഏതാ? ഭാർഗവി നിലയം. ഭാർഗവി നിലയം എന്ന നോവല് ബഷീർ എഴുതുന്നത് അല്ല, ബഷീർ തലയോലപ്പറമ്പിൽ പണിത പുതിയ വീട്ടിൽ വെച്ചാണ്. ഓക്കെ. ബഷീറിന്റെ വീടെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് ബഷീറിന്റെ ഭൂരിഭാഗം കഥകളിലുമുള്ള, പിന്നീട് അദ്ദേഹം ബേപ്പൂരിൽ പോയി വെച്ച വീടാണ്. ആ വീടിനൊരു പേരുണ്ട്. എന്താന്ന് പറയാം? വയലാലിൽ ഹൗസ്. ഓർത്ത് വെക്കുക, ബേപ്പൂരിലുള്ള ബഷീറിന്റെ വീടാണ് വയലാലിൽ വീട്. ബഷീർ കഷ്ടപ്പെട്ട് തലയോലപ്പറമ്പിൽ പുതുതായി വെച്ച ഭാർഗവി നിലയം ഉൾപ്പെടെയുള്ള കൃതികൾ എഴുതിയ ആ വീടിന്റെ പേര് പറയാവോ? ഇപ്പോഴത്തെ പേരല്ല ആ വീടിന്റെ ബഷീർ ഇട്ട പേര്. ഈജിപ്തിലെ വളരെ പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേരിൽ നിന്നാണ് ആ പേരെടുത്തത്. അസ്ഹർ കോട്ടേജ്. അസ്ഹർ എന്ന് പറയുന്ന ഒരു വലിയ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതിൽ നിന്നാണ് ബഷീർ പ്രചോദനം ഉൾക്കൊണ്ടത്. അവിടെ തന്നെയാണ് നമ്മൾ ഭാർഗവി നിലയത്തിലെ ആ കിണറില്ലേ, ഭാർഗവി നിലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിണറാണ്. ആ കിണറൊക്കെ ഉണ്ടായിരുന്നത് ആ വീട്ടിലാണ്. അതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത്. പിന്നീട് വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂരിലേക്ക് പോകാൻ നേരം ഈ വീട് വിറ്റു. അതായത് ബഷീറിന്റെ ആ വീട് വിൽക്കുമ്പോൾ, വിറ്റ് കഴിഞ്ഞപ്പോൾ അത് വാങ്ങിയത് ആരാ നിങ്ങൾക്ക് അറിയാം? ആരാ? ഫെഡറൽ ബാങ്കുകാരാ വാങ്ങിയത്. ഫെഡറൽ ബാങ്കുകാർ വാങ്ങിയിട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർ ആ കിണർ മൂടിയില്ല. ഇപ്പൊ അവർ അതിന്റെ പുതിയ കെട്ടിടം അവിടെ പണിതു. ബഷീറിന്റെ വീടൊക്കെ പൊളിച്ചിട്ട് അവിടെ പുതിയ കെട്ടിടം, ഫെഡറൽ ബാങ്കിന്റെ ആ മന്ദിരം നിർമ്മിച്ചപ്പോഴും ആ കിണറൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ അവിടെ സൂക്ഷിച്ചുകൊണ്ടാണ്. ഒരു ചോദ്യം കൂടി ഉള്ളത്, ഇപ്പം ഫെഡറൽ ബാങ്കിന്റെ ആ മന്ദിരത്തിന് അവരൊരു പേരിട്ടിട്ടുണ്ട്. ഏതാ? ശരിയായ ഉത്തരവാണ് ഫെഡറൽ നിലയം. എന്തുകൊണ്ടാ? കാരണം എന്താ? ഭാർഗവി നിലയം എന്നുള്ള പേരിൽ നിന്നാണ്. ഓക്കെ. അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ഒരു സിനിമ, അതിന് തിരക്കഥ വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയിട്ടുണ്ട്. ഏതാണ്? മതിലുകൾ. സ്വാഭാവികമായിട്ടും. ഏതാ? മതിലുകൾ. ഏത് വർഷമാണ് മതിലുകൾ എന്ന സിനിമ ഇറങ്ങിയത്? എന്താ അതിന്റെ പ്രാധാന്യം? അതിന്റെ പ്രാധാന്യം, വർഷത്തിന്റെ പ്രാധാന്യം. ആ വർഷമാണ് മമ്മൂട്ടിക്ക് 2ാമത്തെ ദേശീയ അവാർഡ് കിട്ടുന്നത്, മതിലുകളിൽ ഉൾപ്പെടെ. 1989 മതിലുകൾ റിലീസാകുന്നത് 1989. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം, പിന്നെ സലാം പറഞ്ഞ കാര്യം എന്താ? ശബ്ദം മാത്രമേ ഉള്ളൂ. നായികയുടെ പേരെന്താ?
നാരായണി. സൗണ്ട് കൊടുത്തിരിക്കുന്നത് ആ സിനിമയിൽ നാരായണിക്ക് ശബ്ദം കൊടുത്തിരിക്കുന്നത് KPSC ലളിത. ശരിയായ ഉത്തരവാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ റൗണ്ടിൽ ഒരൊറ്റ ചോദ്യം കൂടി കൊണ്ട് നമ്മൾ ഈ റൗണ്ട് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഒറ്റ ചോദ്യങ്ങൾ കൂടി കൊണ്ട്, അതായത് ബഷീറിന് കിട്ടിയ മൊത്തം നമ്മൾ അവാർഡുകൾ പരിശോധിച്ചാൽ ബഷീറിന് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് എന്ന് പറയുന്നത് പത്മശ്രീ. അതായിരുന്നു ചോദ്യം. പത്മശ്രീയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പത്മശ്രീ. നമ്മുടെ ഇപ്പം ദേവസ്വം ബോർഡിന്റെ ചെയർമാനൊക്കെ ആയിട്ടുള്ള K. ജയകുമാർ IAS, അന്ന് അദ്ദേഹം ജില്ലാ കളക്ടറാണ്. അദ്ദേഹമാണ് ഈ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് ബഷീറിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അറിയിക്കുക എന്ന് പറഞ്ഞാൽ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ദൂതനായിട്ട് വരികയാണ്. പത്മശ്രീ തന്നാൽ താങ്കൾ സ്വീകരിക്കും, അതാ അറിയേണ്ടത്. അപ്പോൾ ബഷീർ ചെയ്യുന്നത് അകത്തേക്ക് നോക്കി വിളിക്കും, എടി ഫാബിയെ, ഒന്ന് വിളി കേൾക്കുമ്പോൾ പറയും, നമ്മുടെ ആ അലമാരിക്കകത്ത് ഒരു പത്മശ്രീ കിട്ടിയാൽ അത് വെക്കാനുള്ള സ്ഥലമുണ്ടോ? ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കാണ് തിരിച്ചു, എന്നാൽ നിങ്ങൾ തന്നോ? ബഷീർ അങ്ങനെ പറയുന്നത്, എന്നാൽ നിങ്ങൾ തന്നോ, അവിടെ കുറച്ച് താമ്രപത്രമൊക്കെ ഇരിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ ഒരു പത്മശ്രീയും കൂടെ ഞങ്ങൾ വെച്ചോളാം, പിന്നെ ഡൽഹിക്കൊന്നും വരത്തില്ല, ഇങ്ങു കൊണ്ട് തന്നേക്കണം. ഒരു ചോദ്യം കൂടെ ഉണ്ട്, ബഷീർ എപ്പോഴും ചോദിക്കുന്ന വിഖ്യാതമായ ചോദ്യം, ഈ ട്രോഫിയും പേപ്പറും ഒക്കെ മാത്രമേ ഉള്ളൂ, കാശ് വല്ലതും ഉണ്ടോ? അങ്ങനെയാണ് ബഷീറിന് ആ ഏറ്റവും വലിയ അവാർഡായ പത്മശ്രീ കിട്ടുന്നത്. ക്വിസിന് എന്താ ചോദ്യം? പത്മശ്രീ എന്നുള്ളതൊരു ഉത്തരം. രണ്ടാമത്തെ അതിനോട് ചേർന്നുള്ള ചോദ്യം, ഏത് വർഷമാണ് വൈക്കം മുഹമ്മദ് ബഷീറിന് പത്മശ്രീ കിട്ടുന്നത്? 1982-ലാണ്. 1982-ൽ. ഇപ്പം ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെയും അതുപോലെ തന്നെ സാഹിത്യപരമായ കുറച്ച് കാര്യങ്ങളാണ്. ചോദ്യങ്ങൾ എന്നതിലുപരി ഒരു കഥ പോലെയാണ് നമ്മളിപ്പോ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളുമായി വീണ്ടും വരുന്നതായിരിക്കും. അപ്പം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ അപ്പം പുതിയ വീഡിയോയിൽ കാണാം. ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും ഇവർക്ക് എല്ലാവർക്കും ഒപ്പം